CSEBയുടെ എക്സാമിന് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ വകുപ്പ് 3 മുതൽ 9 വരെ ഏകദേശം പഠിച്ചു കഴിഞ്ഞാലേ രജിസ്ട്രേഷൻ പൂർത്തിയാവുള്ളൂ. അപ്പോൾ നമ്മൾ വകുപ്പ് 3 എന്ന് വെച്ചാൽ എന്താണ്? രജിസ്ട്രാറാണ് വകുപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ. വകുപ്പ് 3 രജിസ്ട്രാർ, അതായത് സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രാറായിട്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക, ഒരു വ്യക്തിനെ നിയമിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കൊക്കെ പകർന്നു നൽകാനും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് മൂലം പകർന്നു നൽകാനായിട്ട് സാധിക്കും. അതാണ് വകുപ്പ് 3. വകുപ്പ് 4 എന്ന് വെച്ചാൽ ഏതൊക്കെ സംഘങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്നതാണ് വകുപ്പ് 4 പറയുന്നത്. അതായത് നമ്മുടെ സംഘത്തിന് ഹാനികരമായതോ അല്ലെങ്കിൽ നമ്മുടെ സംഘത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്കൊന്നും നമ്മുടെ സംഘത്തിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ സംഘങ്ങൾക്കൊന്നും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതാണ് വകുപ്പ് 4 വരുന്നത്. ഇനി വകുപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ക്ലിപ്തബാധിതാ സംഘങ്ങൾക്ക് മാത്രം. അതാണ് വകുപ്പ് 5 വരുന്നത്. ഇനി വകുപ്പ് 6 ആണെങ്കിലോ, നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയാണ് വകുപ്പ് 6. അതായത് 25 പേരിൽ കുറയാത്ത അംഗങ്ങളുണ്ടെങ്കിൽ ഒരു സംഘം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസും ഫീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി അടുത്തതാണ് രജിസ്ട്രേഷൻ വകുപ്പ്. ഇനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അത് എന്ത് ചെയ്യണം, നമ്മുടെ രജിസ്ട്രാർക്ക് അപേക്ഷ കിട്ടിക്കഴിഞ്ഞിട്ട് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് രജിസ്റ്റർ ചെയ്യണം. ഇനി രജിസ്റ്റർ ചെയ്യുന്നില്ല, അത് തിരസ്കരിക്കാനാണ് രജിസ്ട്രാർക്ക് താല്പര്യമെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അത് തള്ളിക്കളയുകയും വേണം. ഇനി ക്രെഡിറ്റ് സൊസൈറ്റിക്കാണെങ്കിൽ ഒരു മിനിമം തുടങ്ങാനായിട്ട് 2,50,000 രൂപയെങ്കിലും വേണം. നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപയെങ്കിലും കുറഞ്ഞത് കരുതൽ ധനം അവർക്ക് ഉണ്ടാവണം. ഒരു സംഘം തുടങ്ങാനായിട്ട് അവർക്ക് മിനിമം 1,00,000 രൂപയാണ് നോൺ ക്രെഡിറ്റിനും. ക്രെഡിറ്റിന് 2,50,000 ആണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാം. മുമ്പായിരുന്നെങ്കിൽ എത്ര ദിവസമായിരുന്നു? നമ്മുടെ 60 ദിവസത്തിന് പകരം 90 ദിവസവും 15 ദിവസത്തിന് പകരം 7 ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ 15 ദിവസവും 60 ദിവസവുമാണ് നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫീസാണെങ്കിൽ ഒരു താലൂക്കാണെങ്കിൽ 2,000 രൂപ, താലൂക്കിന് മേലെയും ജില്ലയിൽ താഴെയാണെന്ന് വെച്ചാൽ 4,000 രൂപ, ജില്ലയാണെങ്കിൽ 5,000 രൂപ, ജില്ലയിൽ കൂടിയാൽ 10,000 രൂപ. അതാണ് നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് വകുപ്പുകൾ. രജിസ്ട്രേഷൻ്റെ വകുപ്പാണ് വകുപ്പ് 7 ചട്ടം 4 രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള വകുപ്പ്. ഇനി രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് വകുപ്പ് 8 രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് വകുപ്പ് 8. ഇനി അപ്പെക്സ് സംഘത്തോട് അഫിലിയേറ്റ് ചെയ്യലോ വകുപ്പ് 8A ചട്ടം 16E ആണ് വരുന്നത്. ഇനി സഹകരണ സംഘത്തിൻ്റെ ഏകാംഗ യോഗം വകുപ്പ് 9 വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ആദ്യത്തെ പൊതുയോഗം, അത് ചട്ടം 8 ആദ്യത്തെ പൊതുയോഗം. ആദ്യ പൊതുയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘം രജിസ്റ്റർ ചെയ്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ആദ്യത്തെ പൊതുയോഗം വിളിച്ച് കൂട്ടേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ബൈലോ ആണ്. പേരുമാറ്റലും ബൈലോയിലെ വിഷയവിവരങ്ങൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മിനിമം നമുക്ക് അറിഞ്ഞു വെക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം രജിസ്ട്രേഷനെ കുറിച്ചിട്ട്.